കുറച്ച് വ്യത്യസ്ത സൗകര്യങ്ങളുള്ള ഒരു ടോൺ കൺട്രോൾ ബോർഡ് T3-വേ ടോൺ കൺട്രോൾ ബോർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഈ കണ്ട പാർട്സൊക്കെ പാടെ കൂടി കിട്ടുന്ന ഒരു ടോൺ കൺട്രോൾ ബോർഡാണ്. അപ്പോൾ പാർട്സിന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമുക്ക് ഇതുപോലെ വോളിയം കൺട്രോൾ വിത്ത് ബോർഡ് കണക്ടറായിട്ട്, അതായത് അതിനുള്ള സോക്കറ്റ് അടക്കം അടിച്ചിട്ട് ഇതേപോലെ വയറടക്കം സപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു പോയിൻ്റ് പോലും സോൾഡർ ചെയ്യാനില്ല. കംപ്ലീറ്റ് നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാനും കണക്ട് ചെയ്യാനും സ്ക്രൂ ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ പേര് വായിക്കാം സ്ലൈൻ അങ്ങനെയൊക്കെ വായിക്കാം. എനിക്ക് ആദ്യമായിട്ട് അത് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ബോർഡിൽ ആ പേര് എനിക്ക് വായിച്ച് പരിചയമില്ല. അതുകൊണ്ട് അറിയുന്നവർ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. സ്ലൈൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ടാണ് ഈ ബോർഡ് വരുന്നത്. നമ്മുടെ ഡൽഹി ബേസ് സാധനമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊരു സൗകര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ട്. പ്രത്യേകിച്ച് കണ്ടത് എന്താ വെച്ചാൽ ഇതിനകത്ത് ബിൽഡിൻ പവർ സപ്ലൈ ഉണ്ട്, റെക്ടിഫയർ ഉണ്ട്. പിന്നെ കാണുന്ന കണക്റ്റിംഗ് വയേഴ്സ് ഉള്ളതുകൊണ്ട് സോൾഡർ ചെയ്യേണ്ട. ബോർഡുകളൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് വേഗം ഫിറ്റ് ചെയ്ത് നേരിട്ട് കണക്ട് ചെയ്യാം, എളുപ്പമാണ്. ആദ്യത്തെ പ്രത്യേകത അതാണ്. രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ സർക്യൂട്ടാണ്. കമ്പോണൻസ് ഫുൾ സെലക്ട് ചെയ്യുന്നതും ആ കമ്പോണൻസ് ഉപയോഗവും ആ കമ്പോണൻസ് ഏത് തരത്തിലാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമുക്ക് ആ സർക്യൂട്ടിൻ്റെ പ്രത്യേകത ആയിട്ട് മാറുക. അപ്പോൾ ഇതിൽ പ്രത്യേകത അറിയണത് ഈ IC ആണ്. NE5532P എന്നുള്ള ഈ IC. ഈ ICയുടെ പ്രത്യേകത എന്ന് ഉദ്ദേശിക്കുന്നത് ലോ നോയ്സ്, ലോ ഡിസ്റ്റോർഷൻ, ഹൈ ആംപ്ലിറ്റ്യൂഡ്, അങ്ങനെ ആ ഒരു പ്രത്യേകമായ ഫീച്ചേഴ്സോട് കൂടി വരുന്നൊരു IC ആണ്. തന്നെ ഇതിൻ്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന തന്നെ ഒരു ക്വാളിറ്റിയാണ് നമ്മളെ TL സീരീസിൽ വരുന്ന ICകൾ. അപ്പോൾ അങ്ങനെയുള്ള ആ രണ്ട് IC എന്ന് പറയുന്നത് 2 ചാനൽ ഓപ്പ് ആമ്പാണ്. അപ്പോൾ അത്രയും ഹൈ ഗെയിൻ, ഹൈ കറണ്ട് ഗെയിനുള്ള ഓപ്പൺ ബൈസ് ആയതുകൊണ്ട് ഇതിനകത്ത് നല്ല ഔട്ട്പുട്ട്, നല്ല ഗെയിൻ ഉണ്ടാവും. നമ്മൾ മറ്റ് ചില BT ബോർഡുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വളരെ ക്ഷീണമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഗെയിനൊക്കെ ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വരുന്നില്ലേ. അത് നമ്മൾ ഈ ടോണിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടുന്ന് ലോസാണ്. അപ്പോൾ ആ ലോസ് ഇല്ലാതെ ഹൈ ഗെയിനിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളതാണ് ഇതിനു മുമ്പ് ഈ സർക്യൂട്ട് ഉപയോഗിച്ചതിൻ്റെ എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ഒരു ഓഡിയോ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതിലേക്കാണ് ഇപ്പോൾ ഈ ബോർഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പെർഫോമൻസ് റിവ്യൂ ഇടാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്തുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നമുക്കൊന്ന് കണക്ട് ചെയ്യുന്നുള്ള ഒരു സിംപ്ലിസിറ്റി അതൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇതുവരെ ഈ ബോർഡിൻ്റെ കൂടെ ഇങ്ങനെ പാർട്സ് അവൈലബിൾ ആയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വെച്ച്. ഇപ്പോൾ 4 വോളിയം അടക്കം, ബാസ്, ട്രിബിൾ, മിഡ്, 3 ടോണും ഒരു വോളിയം കൺട്രോളിലടക്കം നമുക്ക് വയറടക്കം സപ്ലൈ ഉണ്ട്. ഒരു 3-വേ BT ഇതേപോലെ പവർ സപ്ലൈ അടക്കം വയറിങ് ചെയ്യാനുള്ള ഒരു പ്രയാസം. എത്ര സമയം എടുക്കും? നല്ല സമയം എടുക്കും. ഇതേപോലെ തന്നെ ഇവിടെ കണക്ട് ചെയ്യണം 3-6 വയർ, അതേപോലെ തന്നെ ഇവിടെയും 3-6 വയർ കണക്ട് ചെയ്യണം. എന്നിട്ട് അത് ചിലത് തലയിരുത്തി പോവും, മാറ്റി കൊടുക്കണം. അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചാണ് നമ്മൾ ആവേശത്തോടു കൂടി ചെയ്യുന്നത്. അപ്പോൾ സ്ലൈൻ എന്നുള്ള ഒരു ബ്രാൻഡിലാണ് ഇത് വരുന്നത്. ഇത് ഞാൻ വാങ്ങിയത് ഇലക്ട്രോടെക് എന്നുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ കണക്ട് ചെയ്ത് നമ്മളിവിടെ ഒരു സോക്കറ്റിൽ ഒരു കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തെറ്റിപ്പോകുന്നുള്ള പേടി വേണ്ട. നമുക്ക് കറക്റ്റായിട്ട് അതേ സെറ്റായിട്ട് തന്നെയാണ് നമുക്ക് അവിടെ കണക്റ്റ് ആവുക. പൊളാരിറ്റി മാറിയിട്ട് വലത്തോട്ട് വോളിയം ഗെയിൻ വരിക, കുറയുക, അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ഇത് ഇങ്ങനത്തെ കണക്ഷൻ ആയതുകൊണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ, ഫസ്റ്റ് ലെഫ്റ്റ് പിന്നെ റൈറ്റ്, അങ്ങനെ നിങ്ങൾ ഒരു കണക്കൂട്ടലിൽ സ്വന്തം ഐഡിയയിൽ ഉപയോഗിച്ചിട്ട് നമ്മളതിൻ്റെ ചാനൽസ് അസംബിൾ ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ഈ സൈഡ് ഫ്രണ്ട് സൈഡ് മൊത്തം കൊടുത്തത് ലെഫ്റ്റ് ചാനലാണെങ്കിൽ അത് ഇവിടെ അതേപോലെ തന്നെ കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് ഊരൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഡയറക്റ്റ് അവിടെ ഫിറ്റ് ചെയ്താൽ നമുക്കിവിടെ ബേസ് കൺട്രോളായി. ഇപ്പോൾ അടുത്ത മിഡ് പിന്നെ ട്രിബിൾ. ഇപ്പോൾ എൻ്റെ ഒരു സർക്യൂട്ട് ഐഡിയ വെച്ചിട്ട് ഞാൻ ഇവിടെ ഈ വോളിയം ഉപയോഗിക്കില്ല. നമ്മൾ ഈ ഔട്ട്പുട്ട് ഡയറക്റ്റ് ടു വോളിയം അവിടുന്ന് കണക്ട് ചെയ്ത് പോവുക. കാരണം നമുക്ക് അവിടെ വേറെ ആവശ്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് ഈ വോളിയൻ്റെ അടിയിൽ നിന്ന് ഡയറക്റ്റ് ഷോർട്ട് ചെയ്താൽ. കാരണം ഈ വോളിയം ലൈന് വരുന്നത് ഇവിടെ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വോളിയം നേരിട്ട് ഇവിടെ തന്നെ എടുത്താൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒരു എക്സ്ട്രാ വയറിങ് ഉപയോഗിക്കേണ്ട. അല്ലാച്ചാൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിന് എനിക്ക് ഏറ്റവും സൗകര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ കണക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഇവിടെ നിന്ന് എടുക്കാം. ഇപ്പോൾ 12012 AC ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ റെക്ടിഫയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അത് ഡുവൽ സപ്ലൈ ആയിട്ട് ഇവിടെയുള്ള സെന്നറുടെ ഇട്ട് റെഗുലേറ്റും ചെയ്തിട്ടാണ് നമ്മൾ ICകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുവിധം അത്യാവശ്യം സൗകര്യപ്പെട്ട രീതിയിൽ, അത്യാവശ്യം സേഫ്റ്റി ആയിട്ടും അത്യാവശ്യം പെട്ടെന്ന് പണി തീരുന്ന രൂപത്തിലുള്ള ഒരു ടോൺ ബോർഡായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇലക്ട്രോടെക്കിൻ്റെ നമ്പർ, ഞാൻ ബിനീഷ് എന്ന് പറഞ്ഞ ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം, വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു അഹൂജയുടെ ഒരു സൗണ്ട് സിസ്റ്റപ്പ് ഇവിടെ ഒരു ഓർഡർ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് റിവ്യൂ കൂടി ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അത് ഞാൻ അന്നേരം ഈ പ്രത്യേകം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെയുണ്ട്, വ്യത്യാസമുണ്ടോ, ഈ പറഞ്ഞ വാദങ്ങളെല്ലാം കറക്റ്റാണോ അല്ലേന്ന്. ഞാനിപ്പോൾ ആ വീഡിയോ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഒന്ന് കണ്ടു നോക്കി അഭിപ്രായം അറിയിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.